ഇതൊരു അസാധാരണ യാത്രയുടെ കഥയാണ്. മഞ്ഞിൽ പുതഞ്ഞ ഒരു രാത്രിയുടെ നിശബ്ദതയെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ലക്ഷറി ട്രെയിനിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്ന കഥ. കഥ തുടങ്ങുന്നത് സിറിയയിലെ ഒരു തണുത്തുറഞ്ഞ പ്രഭാതത്തിലാണ്. സമയം രാവിലെ 5 മണി. അലപ്പോ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ടോറസ് എക്സ്പ്രസ് എന്ന ഒരു തീവണ്ടി നിർത്തിയിട്ടിരുന്നു. എല്ലു തുളയ്ക്കുന്ന തണുപ്പാണ് പുറത്ത്. ആ തണുപ്പിൽ ഒരു ഫ്രഞ്ച് സൈനികോദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് ഡ്യൂബോസ്ക് ചെവി വരെ മൂടിപ്പുതച്ച ഒരു മനുഷ്യനെ യാത്രയയക്കുന്നുണ്ടായിരുന്നു. തുടുത്ത മൂക്കിൻ തുമ്പും മുകളിലേക്ക് പിരിച്ചുവെച്ച മേശയുടെ രണ്ടറ്റവും ഒഴുകി ആ മനുഷ്യന്റെ മുഖത്ത് മറ്റൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യന്റെ പേര് ഹെർക്യൂൾ പൊയ്റോട്ട് എന്നായിരുന്നു. ബെൽജിയംകാരനായ ലോക പ്രശസ്തനായ ഒരു കുറ്റാന്വേഷകൻ. പോയിറോട്ട് ഫ്രഞ്ച് സൈന്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം ചെയ്തു കൊടുത്തതിന്റെ നന്ദി പ്രകടനമായിരുന്നു ആ യാത്രയയപ്പ്. എന്താണ് സംഭവിച്ചതെന്ന് ലെഫ്റ്റനന്റിനു പോലും അറിയില്ലായിരുന്നു. പക്ഷെ പൊയ്റോട്ടിന്റെ വരവോടെ സൈന്യത്തിലെ വലിയ ചില പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. സൈന്യത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് മറ്റു ചിലർ രാജിവെച്ചതും തുടർന്നുണ്ടായ ദുർഘട പരിതസ്ഥിതിയിൽ നിന്ന് സൈന്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞതും പൊയ്റോട്ടിന്റെ ഇടപെടൽ കൊണ്ടാണ്. ആർമി ജനറൽ വികാരഭരിതനായി പൊയ്റോട്ടിനോട് നന്ദി പ്രകടിപ്പിക്കുന്നത് ലെഫ്റ്റനന്റ് കണ്ടിരുന്നു. എന്നാൽ ഈ യാത്രയയപ്പ് മറ്റൊരു അസാധാരണ യാത്രയ്ക്ക് തുടക്കമിട്ടു. പൊയ്റോട്ട് ടോറസ് എക്സ്പ്രസിൽ ഇസ്താംബുളിലേക്കുള്ള തന്റെ യാത്ര ആരംഭിച്ചു. സൈന്യമേൽപ്പിച്ച ജോലി ഭംഗിയായി പൂർത്തിയാക്കിയ സംതൃപ്തിയിൽ അദ്ദേഹം മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ എഴുന്നേറ്റ് തീവണ്ടിയുടെ ഭക്ഷണശാലയിൽ കാപ്പി കുടിക്കാനായി ചെന്നപ്പോൾ അവിടെ ഒരേയൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 28 വയസ്സ് തോന്നിക്കുന്ന കറുത്ത മുടിയും ചാരനിറത്തിലുള്ള കണ്ണുകളുമുള്ള ഒരു ഇംഗ്ലീഷ് യുവതി. അവരുടെ പേര് മേരി ഡെബൻഹാം എന്നായിരുന്നു. ലോകം കണ്ടു പരിചയമുള്ള, എവിടെയും തനിയെ ജീവിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് അവരെന്ന് അവരുടെ ഓരോ ചലനവും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് മറ്റൊരാൾ കൂടി അങ്ങോട്ട് വന്നു. 40-നും 50-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരൻ, കേണൽ ആർബത്ത് നോട്ട്. അവർ തമ്മിൽ മുൻപരിചയമുള്ളതുപോലെ സംസാരിച്ചു. മേരി ബാഗ്ദാദിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഗവേണസ് ആയിരുന്നുവെന്ന് സംഭാഷണത്തിൽ നിന്ന് പൊയ്റോട്ട് മനസ്സിലാക്കി. പൊയ്റോട്ടിലെ കുറ്റാന്വേഷകന്റെ കണ്ണുകൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവർ അസ്വസ്ഥമായിരുന്നെന്ന് അദ്ദേഹത്തിന് തോന്നി. പിന്നീട് ടോറസ് മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ വെച്ച് പൊയ്റോട്ട് അവരുടെ ഒരു സ്വകാര്യ സംഭാഷണം കേൾക്കാനിടയായി. മേരി പറയുന്നു, "ഇതെത്ര മനോഹരമാണ്! എനിക്കിത് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു." കേണൽ ദേഷ്യത്തോടെ പറഞ്ഞു, "ഇതിൽ നിന്നെല്ലാം നീ പുറത്തു വന്നിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കുന്നു." മേരി അദ്ദേഹത്തെ ശാസിച്ചു. "ദയവായി മിണ്ടാതിരിക്കൂ." അവരുടെ പെരുമാറ്റം അസ്വാഭാവികമാണെന്ന് പൊയ്റോട്ടിന് മനസ്സിലായി. ഒരു കുറ്റാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് തുടങ്ങുന്നത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോഴല്ല, മറിച്ച് മനുഷ്യരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കാണുമ്പോഴാണ്. അന്ന് രാത്രി ഇസ്താംബുളിലെ കോന്യ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ പൊയ്റോട്ട് അവരെ വീണ്ടും കണ്ടു. ഒരു വാനിന്റെ മറവിൽ നിന്ന് അവർ സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു. കേണൽ മേരി എന്ന് വിളിച്ചപ്പോൾ അവൾ അദ്ദേഹത്തെ തടഞ്ഞു. "ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, ഇതെല്ലാം കഴിയുമ്പോൾ, ഇതെല്ലാം നമ്മുടെ പിന്നിലാകുമ്പോൾ." അപ്പോൾ എന്താണിതെല്ലാം? എന്ത് കഴിഞ്ഞിട്ട്? പൊയ്റോട്ടിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. ഇസ്താംബുളിലെ ആ തണുത്ത സായാഹ്നത്തിൽ ടോക്കാറ്റ്ലിയൻ ഹോട്ടലിലെത്തിയ പൊയ്റോട്ടിനെ കാത്ത് ഒരു ടെലിഗ്രാം ഇരിപ്പുണ്ടായിരുന്നു. ലണ്ടനിലെ ഒരു കേസിന്റെ ആവശ്യത്തിനായി ഉടൻ തിരിച്ചെത്തണം എന്നായിരുന്നു അത്. അന്ന് രാത്രി തന്നെയുള്ള ഓറിയന്റ് എക്സ്പ്രസിൽ ലണ്ടനിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹോട്ടലിൽ അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ പൊയ്റോട്ട് തന്റെ പഴയ സുഹൃത്തായ മിസ്റ്റർ ബുക്കിനെ കണ്ടുമുട്ടി. ഓറിയന്റ് എക്സ്പ്രസ് ഉൾപ്പെടുന്ന വാഗൻലിറ്റ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ബുക്കും പൈറോട്ടും സംസാരിച്ചിരിക്കവേ പൊയ്റോട്ടിന്റെ ശ്രദ്ധ അടുത്ത മേശയിലിരുന്ന 2 പേരിലേക്ക് തിരിഞ്ഞു. ഒരു ചെറുപ്പക്കാരനും 60-നും 70-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഒരാളും. ആ പ്രായമായ മനുഷ്യന്റെ പേര് റാഷറ്റ് എന്നായിരുന്നു. കാഴ്ചയിൽ ഒരു പരോപകാരിയെപ്പോലെ തോന്നുമെങ്കിലും അയാളുടെ ചെറിയ കൗശലം നിറഞ്ഞ കണ്ണുകളിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പൊയ്റോട്ടിന് തോന്നി. പൊയ്റോട്ട് ടിക്കറ്റിനായി ചെന്നപ്പോൾ ഒരു വിചിത്രമായ വാർത്ത കേട്ടു. ഈ സമയത്ത് സാധാരണയായി ഒഴിവുണ്ടാകാറുള്ള ഓറിയന്റ് എക്സ്പ്രസിലെ 1-ാം ക്ലാസ് ബർത്തുകളെല്ലാം ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. റെയിൽവേയുടെ ചരിത്രം അറിയുന്ന ബുക്കിന് പോലും അത് അവിശ്വസനീയമായി തോന്നി.
ശൈത്യകാലത്തിന്റെ ഈ നടുവിൽ ഒരു ട്രെയിനിൽ നിറയെ യാത്രക്കാരോ അസാധ്യം, അദ്ദേഹം പറഞ്ഞു. ഇതൊരു യാദൃച്ഛികതയല്ലെന്ന് പൊയ്റോട്ടിന്റെ മനസ്സ് മന്ത്രിച്ചു. ഒടുവിൽ മിസ്റ്റർ ഹാരിസ് എന്നൊരാൾ ബുക്ക് ചെയ്തിട്ട് വരാതിരുന്ന ഒരു 2ാം ക്ലാസ് ബർത്ത് പൊയ്റോട്ടിന് ലഭിച്ചു. അങ്ങനെ ഓറിയന്റ് എക്സ്പ്രസ് യൂറോപ്പിലേക്കുള്ള തന്റെ 3 ദിവസത്തെ യാത്ര ആരംഭിച്ചു. പിറ്റേന്ന് ഉച്ചഭക്ഷണ സമയത്ത് ട്രെയിനിലെ ഭക്ഷണശാല വ്യത്യസ്തരായ ആളുകളെ കൊണ്ട് നിറഞ്ഞു. പല രാജ്യക്കാർ, പല സ്വഭാവക്കാർ. പൊയ്റോട്ട് ഓരോരുത്തരെയായി നിരീക്ഷിച്ചു. പല്ലുകുത്തിയിരിക്കുന്ന ഒരു ഇറ്റലിക്കാരൻ, ഒന്നും മിണ്ടാത്ത ഒരു ഇംഗ്ലീഷ് സെർവന്റ്, ഉറക്കെ സംസാരിക്കുന്ന ഒരു അമേരിക്കക്കാരൻ. ചെറിയൊരു മേശയിൽ ഒരു വൃദ്ധ ഇരിപ്പുണ്ടായിരുന്നു, റഷ്യക്കാരിയായ പ്രിൻസസ് ഡ്രാഗോമിറോഫ്. അവരുടെ കഴുത്തിലെ മുത്തുമാലയും കൈയിലെ മോതിരങ്ങളും അവരുടെ സമ്പത്തിന്റെ പ്രതീകമായിരുന്നു. മറ്റൊരു മേശയിൽ ടോറസ് എക്സ്പ്രസിൽ വെച്ച് കണ്ട മേരി ഡെബൻഹാമിനൊപ്പം ഒരു സ്വീഡിഷ് സ്ത്രീയും നിർത്താതെ സംസാരിക്കുന്ന മിസ്സിസ് ഹബാർഡ് എന്ന ഒരു അമേരിക്കൻ സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ എപ്പോഴും തന്റെ മകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ടോറസ് എക്സ്പ്രസിൽ ഒരുമിച്ചുണ്ടായിരുന്ന കേണൽ അർബത്നോട്ട് ഒറ്റയ്ക്കിരുന്ന് മേരിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഹംഗറിക്കാരനായ ഒരു സുന്ദരനായ പുരുഷനും അദ്ദേഹത്തിന്റെ യുവതിയായ ഭാര്യയും, കൗണ്ടും കൗണ്ടസ് ആൻഡ്രേനിയുമായിരുന്നു മറ്റ് യാത്രക്കാർ. അവസാനം പൊയ്റോട്ടിന്റെ കണ്ണുകൾ ആ മനുഷ്യനിൽ പതിച്ചു. മിസ്റ്റർ റോഷറ്റ്, ഹോട്ടലിൽ വച്ച് കണ്ട ക്രൂരമായ ദൃഷ്ടിക്കുടമ. അയാൾ തന്റെ സെക്രട്ടറി ഹെക്ടർ മക്ബീനിനൊപ്പം ഇരിക്കുകയായിരുന്നു. പൊയ്റോട്ട് അയാളെ നോക്കുന്നത് കണ്ടിട്ടെന്നോണം റാഷറ്റ് അപ്രതീക്ഷിതമായി എഴുന്നേറ്റ് പൊയ്റോട്ടിന്റെ മുന്നിലുള്ള കസേരയിൽ വന്നിരുന്നു. നിങ്ങൾ ഹെർക്യൂൾ പൊയ്റോട്ടാണെന്ന് ഞാൻ കരുതുന്നു, അയാൾ തന്റെ നേർത്ത പരുക്കനായ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ഞാനൊരു ധനികനാണ്. ധനികർക്ക് ശത്രുക്കളുണ്ടാകും. എന്റെ ജീവന് ഭീഷണിയുണ്ട്. നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. ഞാൻ വലിയൊരു തുക പ്രതിഫലമായി തരാം, വലിയ പണം. പൊയ്റോട്ട് ഒരു നിമിഷം അയാളെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ശാന്തനായി പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. റാഷറ്റ് അമ്പരന്നു. നിങ്ങൾക്കിഷ്ടമുള്ള തുക പറയാം, അയാൾ പറഞ്ഞു. പൊയ്റോട്ട് നിരസിച്ചു. മിസ്റ്റർ റാഷറ്റ്, എനിക്ക് പണത്തിന് ആവശ്യമില്ല. എനിക്കിഷ്ടമുള്ള കേസുകൾ മാത്രമേ ഞാനിപ്പോൾ എടുക്കാറുള്ളൂ. അന്ന് രാത്രി ട്രെയിൻ ബെൽഗ്രേഡ് സ്റ്റേഷനിൽ നിർത്തിയിട്ടു. പുറത്ത് അതികഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയുമായിരുന്നു. യാത്ര പുനരാരംഭിച്ചതിനു ശേഷം പൊയ്റോട്ട് തന്റെ കമ്പാർട്ട്മെന്റിൽ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ആ രാത്രി ഉറക്കത്തിന് പലതവണ ഭംഗം വന്നു. ഏകദേശം 1 മണിയാകാൻ 23 മിനിറ്റുള്ളപ്പോൾ അടുത്ത മുറിയിൽ നിന്ന് ഒരു വലിയ ഞരക്കം കേട്ടാണ് പൊയ്റോട്ട് ഞെട്ടിയുണർന്നത്. അതോടൊപ്പം ഒരു ബെല്ലടിക്കുന്ന ശബ്ദവും. അദ്ദേഹം വാതിൽ തുറന്നു നോക്കിയപ്പോൾ ട്രെയിനിന്റെ കണ്ടക്ടർ റാഷറ്റിന്റെ മുറിയുടെ വാതിലിൽ മുട്ടുന്നത് കണ്ടു. ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ഫ്രഞ്ചിൽ മറുപടി നൽകി. ഒന്നുമില്ല, എനിക്ക് തെറ്റുപറ്റിയതാണ്. കണ്ടക്ടർ തിരിച്ചുപോയി. പൊയ്റോട്ട് വീണ്ടും കിടന്നു. എന്നാൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞ് അടുത്തുള്ള ഒരു മുറിയിൽ നിന്ന് ബെൽ നിർത്താതെ അടിക്കാൻ തുടങ്ങി. അത് മിസ്സിസ് ഹബാർഡിന്റെ മുറിയായിരുന്നു. കണ്ടക്ടർ അങ്ങോട്ട് ഓടിച്ചെന്നു. പൊയ്റോട്ടിന് അവരുടെ സംഭാഷണം കേൾക്കാമായിരുന്നു. മിസ്സിസ് ഹബാർഡ് ഭയന്നു വിറച്ചു പറയുന്നുണ്ടായിരുന്നു, എന്റെ മുറിയിൽ ഒരു പുരുഷൻ അതിക്രമിച്ചു കടന്നു. കണ്ടക്ടർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് കണ്ടക്ടർ പൊയ്റോട്ടിനോട് ആ വിവരം പറയുന്നത്. സർ, നമ്മൾ അതിഭീകരമായ മഞ്ഞുവീഴ്ച കാരണം യാത്ര തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എപ്പോൾ പോകാൻ കഴിയുമെന്ന് പറയാനാവില്ല. ചിലപ്പോൾ ദിവസങ്ങളെടുത്തേക്കാം. എങ്ങും നിശബ്ദത. മഞ്ഞ് നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. അത് ഓറിയന്റ് എക്സ്പ്രസിനെ ഒരു വെള്ളപ്പുതപ്പിൽ പൊതിഞ്ഞു. പക്ഷെ ഈ സമയം കൊലയാളി തന്റെ ആയുധം മൂർച്ചപ്പെടുത്തുകയായിരുന്നു. പൊയ്റോട്ട് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വാതിലിൽ എന്തോ ഒന്ന് ശക്തിയായി വന്നിടിക്കുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഒന്നും കണ്ടില്ല. പക്ഷേ ഇടനാഴിയുടെ അങ്ങേയറ്റത്തായി ചുവന്ന നിറത്തിലുള്ള ഒരു കിമോണോ ധരിച്ച ഒരു സ്ത്രീരൂപം വേഗത്തിൽ നടന്നുപോകുന്നത് അദ്ദേഹം കണ്ടു. പിറ്റേന്ന് രാവിലെയും ട്രെയിൻ അതേ സ്ഥലത്തു തന്നെ കിടക്കുകയായിരുന്നു. എന്നാൽ 2ാം നമ്പർ മുറിയിൽ ഒരു മൃതദേഹം. ട്രെയിനിലെ ഭക്ഷണശാലയിൽ എല്ലാവരും പരിഭ്രാന്തരായി കാണപ്പെട്ടു. യാത്ര മുടങ്ങിയതിലുള്ള ദേഷ്യവും നിരാശയും അവരുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു. അപ്പോഴാണ് കണ്ടക്ടർ വന്ന് പൊയ്റോട്ടിനെ കണ്ട് മിസ്റ്റർ ബൂക്ക് വിളിക്കുന്ന കാര്യം അറിയിച്ചത്. ബൂക്കിന്റെ മുറിയിൽ അദ്ദേഹത്തെ കൂടാതെ ട്രെയിനിലെ ഡോക്ടറായ കോൺസ്റ്റന്റൈനും ചീഫ് കണ്ടക്ടറും ഉണ്ടായിരുന്നു. ബൂക്കിന്റെ മുഖം വിളറിയിരുന്നു. എന്തുപറ്റി? പൊയ്റോട്ട് ചോദിച്ചു.
ഒരു യാത്രക്കാരൻ തന്റെ ബർത്തിൽ മരിച്ചു കിടക്കുന്നു. കുത്തേറ്റ് മരിച്ച നിലയിൽ. ആര്? ആ അമേരിക്കക്കാരൻ റാഷഡ്. പോയിറോട്ടിനെ നെറ്റി ചുളിഞ്ഞു. ഡോക്ടർ കോൺസ്റ്റന്റൈൻ വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 10-12 കുത്തുകളുണ്ട്. മരണം സംഭവിച്ചത് അർദ്ധരാത്രിക്കും പുലർച്ചെ 2-നുമിടയിലാകാം. മുറിയുടെ ജനൽ തുറന്ന നിലയിലായിരുന്നു. പക്ഷെ പുറത്ത് മഞ്ഞിൽ കാൽപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. വാതിലകത്തുനിന്ന് പൂട്ടുകയും ചങ്ങലയിടുകയും ചെയ്തിരുന്നു. പോയിറോട്ട് ആലോചിച്ചു. ഇതൊരു സാധാരണ കൊലപാതകമല്ല. കുത്തുകളുടെ എണ്ണവും രീതിയും വിചിത്രമായിരിക്കുന്നു. ചിലത് വളരെ ആഴത്തിലുള്ളതും ചിലത് തൊലിപ്പുറത്തുള്ള പോറലുകളും, ചിലത് വലതു കൈകൊണ്ടും ചിലത് ഇടതു കൈകൊണ്ടും കുത്തിയതുപോലെ. ഡോക്ടർ പറഞ്ഞു, ഇതൊരു ശാസ്ത്രീയമായ കൊലപാതകമല്ല. ആരോ കണ്ണടച്ചു നിന്ന് ഭ്രാന്തമായി കുത്തിയതുപോലെ തോന്നുന്നു. ഈ കൊലപാതകം ഒരു പ്രഹേളികയാണെന്ന് പോയിറോട്ടിന് മനസ്സിലായി. കുറ്റവാളി ഈ ട്രെയിനിൽ തന്നെയുണ്ട്. മഞ്ഞിനാൽ പുറംലോകവുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ഈ ഇരുമ്പ് പെട്ടിക്കുള്ളിൽ. പോയിറോട്ട് ബൂക്കിനോടും ഡോക്ടറോടുമൊപ്പം റാഷറ്റിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി. മുറിയിൽ തണുപ്പ് അസഹനീയമായിരുന്നു. പോയിറോട്ട് ആദ്യം തന്നെ ജനലടച്ചു. എന്നിട്ട് റാഷറ്റിന്റെ മൃതദേഹം പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, എന്തൊരു നടക്കുന്ന കാഴ്ചയാണിത്. പോയിറോട്ട് സമ്മതിച്ചു. അപ്പോഴാണ് ആദ്യത്തെ തുമ്പുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നാമതായി റാഷറ്റിന്റെ പൈജാമയുടെ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ വാച്ച് കിട്ടി. അത് എവിടെയോ ഇടിച്ച് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിലെ സൂചികൾ 1.25 മണിയിൽ നിശ്ചലമായി നിന്നിരുന്നു. കുറ്റകൃത്യം നടന്ന സമയം ഇതാണെന്ന് ഡോക്ടർ ഉറപ്പിച്ചു. രണ്ടാമതായി മേശപ്പുറത്ത് കത്തിച്ച സിഗരറ്റ് കുറ്റികൾക്കിടയിൽ ഒരു കടലാസിന്റെ കരിഞ്ഞ കഷ്ണം പോയിറോട്ട് കണ്ടു. സാധാരണഗതിയിൽ അത് വായിക്കാൻ കഴിയില്ലായിരുന്നു. ആ കടലാസിന് ഈ കൃത്യത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കി തരാൻ കഴിയുമെന്ന് പോയിറോട്ട് വിശ്വസിച്ചു. അദ്ദേഹം സ്വീഡിഷ് ലേഡിയുടെ ഹാർട്ട് ബോക്സിൽ നിന്ന് 2 വയർ നെറ്റുകൾ എടുത്തു. അതിനിടയിൽ ആ കരിഞ്ഞ കഷ്ണം വെച്ച് ഒരു സ്പിരിറ്റ് ലാമ്പിന്റെ മുകളിൽ ചൂടാക്കി. തീയുടെ വെളിച്ചത്തിൽ ആ കടലാസിൽ എഴുതിയ വാക്കുകൾ തെളിഞ്ഞു വന്നു. മെമ്പർ ലിറ്റിൽ ഡെയ്സി ആംസ്ട്രോങ്. പോയിറോട്ടിന്റെ കണ്ണുകൾ തിളങ്ങി. ശേഷം നിലത്തുനിന്ന് പോയിറോട്ടിന് വളരെ ഭംഗിയുള്ള ഒരു തൂവാല കിട്ടി. അതിന്റെ ഒരു മൂലയിൽ എച്ച് എന്ന അക്ഷരം തുന്നിപ്പിടിപ്പിച്ചിരുന്നു. ഇതൊരു സ്ത്രീയുടേതാണെന്ന് വ്യക്തമായിരുന്നു. തൂവാല കിട്ടിയതിനു പിന്നാലെ പോയിറോട്ടിന് നിലത്തുനിന്ന് ഒരു പൈപ്പ് ക്ലീനർ കൂടി കിട്ടി. റാഷഡ് പൈപ്പ് വലിക്കുമായിരുന്നില്ല. ഇതൊരു പുരുഷന്റെ സാന്നിധ്യം അറിയിക്കുന്ന തുമ്പായിരുന്നു. പോയിറോട്ടിന് കാര്യം മനസ്സിലായി. ഈ കേസിൽ തുമ്പുകൾക്ക് ഒരു പഞ്ഞവുമില്ല. പക്ഷെ ഈ തുമ്പുകളെല്ലാം സത്യം പറയാനാണോ അതോ കള്ളം പറയാനാണോ അവിടെ ഉപേക്ഷിച്ചതെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. ഒരു തൂവാലയും ഒരു പൈപ്പ് ക്ലീനറും, ഒരു പുരുഷനും ഒരു സ്ത്രീയും. അതോ ഒരാൾ മറ്റൊരാളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണോ? കാണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ജാലവിദ്യക്കാരന്റെ പ്രകടനം പോലെ. ട്രെയിനിലെ ഭക്ഷണശാലയിൽ തിരിച്ചെത്തിയ പോയിറോട്ട് ബുക്കിനോടും ഡോക്ടറോടുമായി ആ കരിഞ്ഞ കടലാസിൽ കണ്ട പേരിന് പിന്നിലെ കഥ പറഞ്ഞു. അത് അമേരിക്കയെ നടുക്കിയ ഒരു കേസിന്റെ കഥയായിരുന്നു. കേണൽ ആംസ്ട്രോങ് എന്ന ധീരനായ ഒരു പട്ടാളക്കാരനും അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ സോണിയയും അവരുടെ 3 വയസ്സുകാരി മകൾ ഡെയ്സിയും അടങ്ങുന്ന ഒരു കുടുംബം. ഒരു ദിവസം ഡെയ്സിയെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഭീമമായ ഒരു തുക മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടു. മാതാപിതാക്കൾ പണം നൽകി. എന്നാൽ ദിവസങ്ങൾക്കു ശേഷം ഡെയ്സിയുടെ മൃതദേഹമാണ് അവർക്ക് തിരികെ കിട്ടിയത്. അവൾ ആഴ്ചകൾക്ക് മുൻപേ മരിച്ചിരുന്നു. ഈ ആഘാതം താങ്ങാനാവാതെ ഗർഭിണിയായിരുന്ന മിസ്സിസ് ആംസ്ട്രോങ് പ്രസവത്തോടെ മരിച്ചു. ആ കുഞ്ഞും മരിച്ചു. ഹൃദയം തകർന്ന കേണൽ ആംസ്ട്രോങ് സ്വയം വെടിവെച്ചു മരിച്ചു. സംശയത്തിന്റെ പേരിൽ പോലീസ് ചോദ്യം ചെയ്ത സൂസൻ എന്ന പാവം ഫ്രഞ്ചുകാരിയായ ആയ നിരപരാധിയായിരുന്നിട്ടും ജനൽ ചാടി ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബം മുഴുവൻ ഒരു ദുഷ്ടന്റെ ക്രൂരതയ്ക്ക് ഇരയായി. ആ ദുഷ്ടനായിരുന്നു കസറ്റി എന്ന പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന റാഷറ്റ്. അന്ന് പോലീസ് കസറ്റിയെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അയാൾ നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു. പേരുമാറ്റി അമേരിക്ക വിട്ടു യൂറോപ്പിലൊരു മാന്യനായി ജീവിക്കാൻ തുടങ്ങി. ആ മനുഷ്യനാണ് ഇപ്പോൾ ഓറിയന്റ് എക്സ്പ്രസിൽ മരിച്ചു കിടക്കുന്നത്. അയാൾ മരിച്ചതിൽ എനിക്ക് ഖേദമില്ല, ബൂക്ക് പറഞ്ഞു. പോയിറോട്ടും അതിനോട് യോജിച്ചു. ഈ കൊലപാതകം ഒരു സാധാരണ കുറ്റകൃത്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രതികാരത്തിന്റെ വിജയമാവാം. നിയമം തോറ്റെടുത്ത് ആരോ നീതി നടപ്പാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പോയിറോട്ട് തന്റെ അന്വേഷണം ആരംഭിച്ചു.
ഓരോ യാത്രക്കാരെയായി അദ്ദേഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതൊരു സാധാരണ ചോദ്യം ചെയ്യലായിരുന്നില്ല. ആദ്യം റാഷറ്റിന്റെ സെക്രട്ടറി ഹെക്ടർ മക്വീനിനെ ചോദ്യം ചെയ്തു. അയാൾ റാഷറ്റിന് ഭീഷണിക്കത്തുകൾ വന്നിരുന്നതായി സമ്മതിച്ചു. പക്ഷേ റാഷറ്റിന്റെ യഥാർത്ഥ പേര് കസറ്റി എന്നാണെന്ന് കേട്ടപ്പോൾ അയാൾ ഞെട്ടി. എന്നാൽ പ്രതീക്ഷിക്കാത്ത വിധം തന്റെ അച്ഛൻ പ്രമാദമായ ആംസ്ട്രോങ് കേസ് വാദിച്ച വക്കീലായിരുന്നുവെന്ന് മക്വീൻ വെളിപ്പെടുത്തി. അടുത്തത് റാഷറ്റിന്റെ വേലക്കാരനായ മാസ്റ്റർമാനായിരുന്നു. ഒരു വികാരവുമില്ലാത്ത മുഖത്തോടെ അയാൾ സംസാരിച്ചു. റാഷറ്റിന് ഉറക്കഗുളിക കൊടുത്തിരുന്നു എന്നും തനിക്ക് പല്ലുവേദന കാരണം രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നും അയാൾ പറഞ്ഞു. തന്റെ കൂടെ മുറിയിലുണ്ടായിരുന്ന ഇറ്റലിക്കാരൻ പുറത്തുപോയിട്ടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് വന്നത് മിസ്സിസ് ഹബാർഡായിരുന്നു. അവർ ആകെ പരിഭ്രാന്തിയായിരുന്നു. രാത്രി തന്റെ മുറിയിൽ ഒരു പുരുഷനുണ്ടായിരുന്നുവെന്ന് അവർ ആവർത്തിച്ചു. അതിന് തെളിവായി കണ്ടക്ടറുടെ യൂണിഫോമിൽ നിന്നുള്ള ഒരു ബട്ടൺ അവർ ഹാജരാക്കി. അത് തന്റെ മാഗസിന്റെ മുകളിൽ രാവിലെ കണ്ടതാണെന്ന് അവർ പറഞ്ഞു. സ്വീഡിഷ് വനിതയായ ഗ്രെറ്റ ഓൾസൺ ആയിരുന്നു അടുത്തത്. അവരായിരുന്നു റാഷറ്റിനെ അവസാനമായി ജീവനോടെ കണ്ടത്. രാത്രി 10:30 അവർ അബദ്ധത്തിൽ റാഷറ്റിന്റെ മുറിയിൽ തുറന്നുപോയിരുന്നു. അയാൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. റഷ്യൻ രാജകുമാരിയായ പ്രിൻസസ് ഡ്രാഗോമിറോഫ് വളരെ ഗൗരവത്തോടെയാണ് സംസാരിച്ചത്. അവർക്ക് സോണിയ ആംസ്ട്രോങ്ങിന്റെ അമ്മയുടെ സ്ഥാനമുണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞു. സോണിയ ആംസ്ട്രോങ്ങിന്റെ അമ്മ പ്രശസ്ത നടി ലിൻഡ ആഡൻ തന്റെ ഉറ്റ സുഹൃത്തായിരുന്നുവെന്നും അവർ പറഞ്ഞു. സോണിയയുടെ അനുജത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ഒരു ഇംഗ്ലീഷുകാരനെ വിവാഹം കഴിച്ച് എവിടെയോ ജീവിക്കുന്നു എന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ലെന്ന് അവർ പറഞ്ഞു. കൗണ്ടും കൗണ്ടസ് ആൻഡ്രേനിയുമായിരുന്നു അടുത്തത്. അവരും ഹംഗേറിയൻ പ്രഭുക്കന്മാരായിരുന്നു. രാത്രി മുഴുവൻ തങ്ങൾ ഉറങ്ങുകയായിരുന്നു എന്നും ഒന്നും കേട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു. കൗണ്ടസ് ഉറക്കഗുളിക കഴിച്ചിരുന്നുവെന്നും കൗണ്ട് കൂട്ടിച്ചേർത്തു. കേണൽ ആർബത്നോട്ട് താൻ രാത്രി 2 മണിവരെ മക്വീനുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു സ്ത്രീ ചുവന്ന കിമോണോ ധരിച്ച് ഇടനാഴിയിലൂടെ പോകുന്നത് കണ്ടതായി അദ്ദേഹം ഓർത്തു. അമേരിക്കൻ സെയിൽസ്മാനായ സൈറസ് ഹാഡ്മാൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താനൊരു സ്വകാര്യ കുറ്റാന്വേഷകനാണെന്ന് വെളിപ്പെടുത്തി. റാഷറ്റ് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാനായി നിയമിച്ചതായിരുന്നെന്നായിരുന്നു ഹാഡ്മാൻ പറഞ്ഞത്. ചെറിയ ഇരുണ്ട സ്ത്രീശബ്ദമുള്ള ഒരാളാണ് റാഷറ്റിന്റെ ശത്രു എന്നായിരുന്നു അയാൾക്ക് കിട്ടിയ വിവരം. ഇറ്റലിക്കാരനായ ആന്റോണിയോ ഫോസ്കറിലെ താനൊരു ഫോർഡ് കാർ സെയിൽസ്മാനാണെന്നും രാത്രി മുഴുവൻ തന്റെ മുറിയിൽ തന്നെ ആയിരുന്നെന്നും പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന മാസ്റ്റർമാൻ അതിന് സാക്ഷിയായിരുന്നു. മേരി ഡെബൻഹാം വളരെ ശാന്തിയായിരുന്നു. താൻ രാത്രി മുഴുവൻ ഉറങ്ങുകയായിരുന്നു എന്ന് അവർ പറഞ്ഞു. പുലർച്ചെ എഴുന്നേറ്റപ്പോൾ ഒരു സ്ത്രീ ചുവന്ന കിമോണോ ധരിച്ചു പോകുന്നത് കണ്ടതായും അവർ പറഞ്ഞു. അവസാനം പ്രിൻസസിന്റെ വേലക്കാരിയായ ഹിൽഡഗാർഡിനെ ചോദ്യം ചെയ്തു. അവർ രാത്രി തന്റെ യജമാനത്തെ വിളിച്ചപ്പോൾ പോയതാണ്. കണ്ടക്ടറുടെ വേഷം ധരിച്ച ഒരാളെ ഇടനാഴിയിൽ വെച്ച് കണ്ടുവെന്ന് പറഞ്ഞു. പക്ഷേ അത് ട്രെയിനിലെ കണ്ടക്ടർമാരിൽ ആരുമായിരുന്നില്ല. അയാൾ ചെറിയ ഇരുണ്ട ഒരാളായിരുന്നു. ഓരോരുത്തരും മറ്റൊരാൾക്ക് സാക്ഷി പറഞ്ഞു. സെക്രട്ടറിക്ക് പട്ടാളക്കാരൻ സാക്ഷി, വേലക്കാരന് ഇറ്റലിക്കാരൻ സാക്ഷി, സ്വീഡിഷ് ലേഡിക്ക് ഇംഗ്ലീഷ് ഗവേണസ് സാക്ഷി. ഇതൊരു യാദൃച്ഛികതയല്ല, മറിച്ച് വളരെ ആസൂത്രിതമായ ഒരു തിരക്കഥയാണെന്ന് പൊയ്റോട്ടിന് മനസ്സിലായി. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിചിത്രമായ തുമ്പുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മിസ്സിസ് ഹബാർഡ് തന്റെ സ്പോഞ്ച് ബാഗിൽ രക്തം പുരണ്ട ഒരു കഠാര കണ്ടെത്തിയെന്ന് പറഞ്ഞ് അലറിക്കൊണ്ടു കരഞ്ഞു. അത് റാഷറ്റിന്റെ മുറിയിലേക്കുള്ള വാതിലിന്റെ പിടിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് യാത്രക്കാരുടെ ലഗേജ് പരിശോധിക്കുന്നതിനിടയിൽ പ്രിൻസസിന്റെ വേലക്കാരിയായ ഹിൽഡഗാർഡിന്റെ പെട്ടിയിൽ നിന്ന് ഒരു കണ്ടക്ടറുടെ യൂണിഫോം കണ്ടെത്തി. ആ സ്ത്രീക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അവസാനം ഏറ്റവും വലിയ നാടകീയതയോടെ ആ ചുവന്ന കിമോണോ പൊയ്റോട്ട് കണ്ടെത്തി. അത് മറ്റാരുടെയും പെട്ടിയിലായിരുന്നില്ല, മറിച്ച് പൊയ്റോട്ടിന്റെ സ്വന്തം പെട്ടിയുടെ മുകളിൽ ഭംഗിയായി മടക്കി വച്ചിരുന്നു. ഇതൊരു കൊലയാളിയുടെ പരിഭ്രാന്തി നിറഞ്ഞ പ്രവൃത്തികളല്ലെന്ന് പൊയ്റോട്ടിന് ഉറപ്പായി. ഇത് അദ്ദേഹത്തോടുള്ള വെല്ലുവിളിയാണ്. കുറ്റവാളികൾ തങ്ങൾ എത്രത്തോളം ബുദ്ധിമാന്മാരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. പൊയ്റോട്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തു. ശരി, നിങ്ങൾ കളിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം പൊയ്റോ ഭക്ഷണശാലയിലെ കസേരയിൽ ചാരിയിരുന്നു. അദ്ദേഹം കണ്ണുകളടച്ച്
ചിന്തയിലാഴ്ന്നു. എല്ലാ യാത്രക്കാരുടെയും മൊഴികൾ, അവരുടെ മുഖഭാവങ്ങൾ, അവർ പറഞ്ഞ നുണകൾ, കിട്ടിയ തുമ്പുകൾ എല്ലാം ഒരു സിനിമ പോലെ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ കടന്നുപോയി. അദ്ദേഹം സ്വയം 10 ചോദ്യങ്ങൾ ചോദിച്ചു. ആരുടേതാണ് എന്നെഴുതിയ തൂവാല? പൈപ്പ് ക്ലീനർ ആരുടേതാണ്? ആരാണ് ആ ചുവന്ന കിമോണോ ധരിച്ചത്? ആരാണ് കണ്ടക്ടറായി വേഷം മാറിയത്? എന്തിനാണ് വാച്ചിലെ സമയം 1:15 കൊലപാതകം നടന്നത് ആ സമയത്താണോ? അതോ അതിനു മുൻപോ ശേഷമോ? ഒന്നിൽ കൂടുതൽ പേർ ഈ കൊലപാതകത്തിൽ പങ്കാളികളാണോ? അദ്ദേഹം ഓരോ തുമ്പും വീണ്ടും പരിശോധിച്ചു. ഈ സമയത്ത് ഇത്രയധികം വിദേശികൾ ഒരേ കോച്ചിൽ യാത്ര ചെയ്യുന്നതിലെ അസ്വാഭാവികത എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ ചിത്രമായി തെളിഞ്ഞുവന്നു. പോയിറോട്ട് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. താൻ ഇതുവരെ തെറ്റായ ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ യാത്രക്കാരിൽ ആരാണ് കൊലയാളി എന്നായിരുന്നില്ല ചോദിക്കേണ്ടിയിരുന്നത്. മറിച്ച് എന്തിനാണ് ഈ യാത്രക്കാരെല്ലാം ഒരേ സമയം ഈ ട്രെയിനിൽ ഒരുമിച്ച് കൂടിയത് എന്നായിരുന്നു. ആ ചോദ്യം ചോദിച്ച നിമിഷം ആ വലിയ പ്രഹേളികയുടെ ഉത്തരം അദ്ദേഹത്തിനു മുന്നിൽ അനാവൃതമായി. ആവശ്യം വേണ്ട എല്ലാ തെളിവുകളും സംഭരിച്ച്, വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹം ട്രെയിനിലെ ഭക്ഷണശാലയിലേക്ക് ചെന്നു. എല്ലാ യാത്രക്കാരെയും വിളിപ്പിച്ചു. ഒരു കോടതി മുറിയുടെ പ്രതീതിയായിരുന്നു അവിടെ. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയും ഭയവും നിഴലിച്ചു. പോയിറോട്ട് സംസാരിച്ചു തുടങ്ങി. ഈ കേസിന് 2 വിശദീകരണങ്ങളുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഞാൻ രണ്ടും നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. ആദ്യം അദ്ദേഹം ലളിതമായ ഒരു വിശദീകരണം നൽകി. പുറത്തുനിന്നൊരാൾ കണ്ടക്ടറുടെ വേഷത്തിൽ ട്രെയിനിൽ കയറി റാഷറ്റിനെ കൊന്ന് മഞ്ഞുവീഴ്ച തുടങ്ങുന്നതിന് മുൻപ് രക്ഷപ്പെട്ടു എന്നായിരുന്നു ആ കഥ. അത് കേൾക്കാൻ വിശ്വസനീയമായിരുന്നെങ്കിലും അതിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടായിരുന്നു. ഇനി എന്റെ രണ്ടാമത്തെ വിശദീകരണം, പോയിറോട്ട് തുടർന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം ഗൗരവമുള്ളതായി. ഞാൻ ഈ യാത്രക്കാരെ കണ്ടപ്പോൾ ബൂക്ക് പറഞ്ഞ ഒരു കാര്യമോർത്തു. പല രാജ്യക്കാർ, പല തരക്കാർ. ഇങ്ങനെയൊരു സംഘത്തെ മറ്റെവിടെയാണ് കാണാൻ കഴിയുക? ഒരു ഇറ്റാലിയൻ ഡ്രൈവർ, ഒരു ഇംഗ്ലീഷ് ഗവേണേഴ്സ്, ഒരു സ്വീഡിഷ് നേഴ്സ്, ഒരു ജർമ്മൻ വേലക്കാരി, ഒരു അമേരിക്കൻ കുടുംബത്തിൽ കാണാൻ കഴിയുന്ന ചിത്രം. അദ്ദേഹം തുടർന്നു. എന്റെ സംശയം ശരിയായിരുന്നു. നിങ്ങളെല്ലാവരും ആംസ്ട്രോങ് കുടുംബവുമായി ബന്ധമുള്ളവരാണ്. നിങ്ങൾ യാദൃശ്ചികമായി ഇവിടെ എത്തിയതല്ല. നിങ്ങൾ കസറ്റിയെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ എത്തിയതാണ്. അമേരിക്കയിലെ നിയമം അവനെ വെറുതെ വിട്ടെങ്കിലും നിങ്ങൾ അവനെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. കേണൽ ആൽബർട്ട് നോട്ട് ഒരിക്കൽ ജൂറി വിചാരണയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരു ജൂറിയിൽ 12 പേരാണുള്ളത്. ഈ കോച്ചിൽ 12 യാത്രക്കാരുണ്ട്. റാഷറ്റിന്റെ ശരീരത്തിൽ 12 കുത്തുകളുമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു വധശിക്ഷയാണ്. നിങ്ങൾ ഓരോരുത്തരും 12 പേർ അടങ്ങുന്ന ഒരു ജൂറിയായി നീതി നടപ്പിലാക്കി. പോയിറോട്ട് ഓരോരുത്തരെയായി ചൂണ്ടിക്കാട്ടി അവരോട് പറഞ്ഞു. ഹെക്ടർ മക്വീൻ, നിങ്ങളുടെ അച്ഛൻ ആംസ്ട്രോങ് കേസ് വാദിച്ച വക്കീലായിരുന്നു. നിങ്ങൾ സോണിയ ആംസ്ട്രോങ്ങിനെ ആരാധിച്ചിരുന്നു. മാസ്റ്റർമാൻ, നിങ്ങൾ കേണൽ ആംസ്ട്രോങ്ങിന്റെ വിശ്വസ്തനായ ഭൃത്യനും. ആന്റോണിയോ പോസ്കറെല്ലി, നിങ്ങൾ ആ വീട്ടിലെ ഡ്രൈവർ. കുഞ്ഞി ഡെയ്സി, നിങ്ങളെ ടോണിയോ എന്ന് വിളിച്ചിരുന്നു. ഗ്രേറ്റ ഓൾസൺ, നിങ്ങൾ ഡെയ്സിയുടെ നഴ്സായിരുന്നു. മേരി ഡെബൻഹാം, നിങ്ങൾ ആംസ്ട്രോങ് കുടുംബത്തിലെ ഗവേണസും. ഹിൽഡഗാർഡ് ഷ്മിഡ്, നിങ്ങൾ പാചകക്കാരിയായിരുന്നു. കേണൽ ആർബത്ത് നോട്ട്, നിങ്ങൾ കേണൽ ആംസ്ട്രോങ്ങിന്റെ ഉറ്റ സുഹൃത്തും. മിസ്റ്റർ ഹാർഡ്മാൻ, നിങ്ങൾ ആത്മഹത്യ ചെയ്ത ആയ സൂസന്റെ കാമുകൻ. കണ്ടക്ടർ പിയറി മിഷേൽ, നിങ്ങൾ സൂസന്റെ അച്ഛൻ. പ്രിൻസസ് ഡ്രാഗോമിറോഫ്, നിങ്ങൾ സോണിയയുടെ തലതൊട്ടമ്മ. കൗണ്ടസ് ആൻഡ്രേനി, നിങ്ങളുടെ യഥാർത്ഥ പേര് ഹെലന ഗോൾഡൻബർഗ് എന്നാണ്. നിങ്ങൾ സോണിയ ആംസ്ട്രോങ്ങിന്റെ അനുജത്തിയാണ്. അവസാനം അദ്ദേഹം മിസ്സിസ് ഹബാർഡിന്റെ നേരെ തിരിഞ്ഞു. ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്തത് നിങ്ങളാ. ആംസ്ട്രോങ് കുടുംബവുമായി ബന്ധമുള്ള ഒരു നടിയുണ്ടായിരുന്നു, മിസ്സിസ് ആംസ്ട്രോങ്ങിന്റെ അമ്മ ലിൻഡ ആർഡൻ. അതുവരെ തളർന്നിരുന്ന മിസ്സിസ് ഹബാർഡ് തലയുയർത്തി. അവരുടെ ശബ്ദം മാറി. ലോകം ആരാധിച്ചിരുന്ന ആ നടിയുടെ തൊണ്ടയിടറി അവർ പറഞ്ഞു. അതെ, അത് ഞാനാണ്. ലിൻഡ ആർഡൻ എല്ലാം ഏറ്റുപറഞ്ഞു. തന്റെ മകളുടെയും പേരക്കുട്ടിയുടെയും മരണത്തിന് കാരണക്കാരനായ ആ ദുഷ്ടനെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ നീതി സ്വയം നടപ്പാക്കാൻ തീരുമാനിച്ചു. ആംസ്ട്രോങ് കുടുംബത്തോട് സ്നേഹവും കൂറുമുണ്ടായിരുന്ന എല്ലാവരും അതിൽ പങ്കാളികളായി. കൗണ്ടസ് ആൻഡ്രേനി ദുർബലയായതുകൊണ്ട്
അവരുടെ ഭർത്താവ് അവർക്ക് വേണ്ടി ആ കൃത്യത്തിൽ പങ്കാളിയായി. അതുപോലെ തന്നെ മറ്റു 12 പേരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ കുറ്റവും എന്റെ മേൽ ചുമത്താം. ഈ പാവങ്ങളെ വെറുതെ വിടണം. ലിൻഡ ആഡൻ പൊയ്റോട്ടിനോട് അപേക്ഷിച്ചു. പൊയ്റോട്ട് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തന്റെ സുഹൃത്തായ എം ബുക്കിനെ നോക്കി. നിങ്ങൾ ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. നിങ്ങൾ എന്തു പറയുന്നു? ബുക്ക് ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊയ്റോട്ട്, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ വിശദീകരണമാണ് ശരി. പുറത്തുനിന്നൊരാൾ വന്നു, കൊലപാതകം നടത്തി, കടന്നു. നമുക്ക് ഈ കഥ പോലീസിനോട് പറയാം. ഡോക്ടർ കോൺസ്റ്റന്റൈനും അതിനോട് യോജിച്ചു. പൊയ്റോട്ട് പുഞ്ചിരിച്ചു. അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ആ സമയം ആ മഞ്ഞുമൂടിയ ട്രെയിനിനുള്ളിൽ നിയമത്തേക്കാൾ വലിയൊരു നീതിയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ചിലപ്പോൾ മനുഷ്യന്റെ വേദനകൾക്കും നഷ്ടങ്ങൾക്കും മുന്നിൽ നിയമപുസ്തകത്തിലെ അക്ഷരങ്ങൾക്ക് വിലയില്ലാതാകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്റെ ജോലി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുന്നു, പൊയ്റോട്ട് പറഞ്ഞു നിർത്തി. അധികം വൈകാതെ രക്ഷാപ്രവർത്തകരെത്തി മഞ്ഞുമാറ്റി ഓറിയന്റ് എക്സ്പ്രസ് തന്റെ യാത്ര തുടർന്നു. ആ യാത്രക്കാർ തങ്ങളുടെ ഉള്ളിലെ വലിയ ഭാരമിറക്കി വെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് ഓറിയന്റ് എക്സ്പ്രസിലെ കൊലപാതകത്തിന്റെ കഥ. നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഇത്തരം കഥകൾ വീണ്ടും കേൾക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. കഥ തുടരും.